മാമി തിരോധാന കേസിൽ ചോദ്യം ചെയ്തതിന് പിന്നാലെ കാണാതായ ഡ്രൈവർ രജിത് കുമാറിനെയും ഭാര്യയെയും കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. ഇരുവരെയും ഗുരുവായൂരിൽ നിന്നാണ് പോലീസ് കണ്ടെത്തിയത്. KV രാഹുൽ വിവരങ്ങൾ നൽകും. രാഹുൽ, ഇവര് ഗുരുവായൂരിൽ റൂം എടുത്തിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ഇപ്പോൾ ഇരുവരെയും കോഴിക്കോട്ടേക്ക് എത്തിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ഇനി നടപടി എന്താണ് പറയുന്നത് രണ്ടാളും? അക്ഷയ, രജിത് കുമാറിനെയും ഭാര്യ സുഷാരയെയും നടക്കാവ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ട് അരമണിക്കൂറായി കഴിഞ്ഞു. രണ്ടുപേരുടെയും മൊഴി വിശദമായി തന്നെ പോലീസ് രേഖപ്പെടുത്തുകയാണ്. കാരണം മിസ്സിംഗ് പരാതി വന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഗുരുവായൂരിലൊരു ലോഡ്ജിൽ രണ്ടുപേരും മുറിയെടുത്ത് താമസിക്കുകയായിരുന്നു. വൈകിട്ടാണ് കണ്ടെത്തിയത്. അതിൽ അവർ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് തുടർച്ചയായി ചോദ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ കുറ്റവാളികളോട് പെരുമാറുന്ന വിധത്തിലാണ് തങ്ങളുടെ കുടുംബത്തോട് പെരുമാറുന്നത് എന്നതാണ്. ഇതിലുള്ള മാനസിക വിഷമമാണ് മാറി നിൽക്കാൻ കാരണമായതെന്നാണ്. ഇന്നലെ മുതൽ ഇവരെ കാണാനില്ലെന്ന് കാട്ടിയാണ് ബന്ധുക്കൾ നടക്കാവ് പോലീസിൽ പരാതി നൽകിയിരുന്നത്. 7-ാം തീയതി രണ്ടുപേരെയും, രജിത് കുമാറിനെയും ഭാര്യയെയും, ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം ഇവർ വീട്ടിലേക്ക് പോയിരുന്നില്ല. കോഴിക്കോട് നഗരത്തിൽ തന്നെ ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് താമസിക്കുകയാണ് ഉണ്ടായത്. അവിടെ നിന്ന് പോകുന്ന ഓട്ടോറിക്ഷയിൽ കയറി പോകുന്ന CCTV ദൃശ്യങ്ങളടക്കം നേരത്തെ പോലീസിന് ലഭിക്കുകയും ചെയ്തിരുന്നു. നമ്മോടൊപ്പം രജിത് കുമാറിന്റെ ഭാര്യ സഹോദരനാണ് ചേരുന്നത്. നിങ്ങളാണ് പരാതി നൽകിയത്. ഈ പോലീസ് കസ്റ്റഡിയിലെടുത്തതിന് ശേഷം, കണ്ടെത്തിയതിന് ശേഷം അവരോട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ? സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ഒരു കരച്ചിലാണ്, ഒന്നും പറയാനുള്ള അവസ്ഥയിലല്ല അപ്പോൾ ഉള്ളത്. അപ്പോൾ കുറച്ചു നേരം അവിടെ ഇരുന്നു ഞാൻ. പിന്നെ അവർ പറഞ്ഞ് ഒരു മൊഴി എടുക്കാൻ ഞങ്ങളൊന്ന് പുറത്തേക്ക് നിൽക്കണം. അപ്പോൾ പുറത്തേക്ക് വന്നതാണ് ഇപ്പോൾ. അപ്പോൾ ഒന്നും അറിയില്ല. ഇനിയിപ്പോൾ ഒരു പുറത്ത് വന്നാലേ ഉള്ളൂ നമുക്ക് എൻ്റെ കാര്യം പറയാൻ പറ്റുള്ളൂ. അതിനായിട്ടുള്ള എന്താണുള്ളത്. ഞങ്ങളൊക്കെ ഒരു നിഗമനം അതാണ്. ഇത് മാനസികമായ പീഡനത്തിൻ്റെ പേരിൽ ആണ് ഒരിപ്പം പോയതെന്നാണ് ഞങ്ങളൊരു നിഗമനം. മാമിയുടെ കൂടെ 25 വർഷത്തിലധികം ഡ്രൈവറായി ജോലി ചെയ്യുന്ന ആളാണ്. അങ്ങനെ എന്തോ ഒരു പങ്കുണ്ടെന്ന് സൂചനകൾ കിട്ടിയത് കൊണ്ട് ചോദ്യം ചെയ്യുന്നു എന്നാണല്ലോ അന്വേഷണ സംഘം പറയുന്നത്. പക്ഷെ അത് എന്ത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും അതിനുണ്ടോന്നും ഒരു പറയും. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കോടതി ഹാജരാക്കുകയോ പ്രതികരിക്കുകയോ ചെയ്യണ്ടേ. ഇത് വെറും ചോദ്യം ചെയ്യൽ മാത്രം, ഹരാസ്മെൻറ്റും. ഓനെ ആര് വിളിച്ചോ ആ വിളിക്കുന്ന ആളെ വീട്ടിൽ പോയി ഇങ്ങനെ വിളിപ്പിക്കുക, ചോദ്യം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എന്തായ അവസ്ഥ. അപ്പോൾ ഓനോ ആ ആളുകളൊക്കെ ഇപ്പം മൊത്തം ആളുകൾക്ക് ഓനോടൊരു വെറുപ്പ് മാതിരി. അപ്പോൾ ഓൻ്റെ ഫ്രണ്ട്സ് വരെ ഇപ്പോൾ ഓനെ വിളിക്കലും ഇല്ല, ഒന്നുമില്ല. ഒരു പേടിച്ചിട്ട് ഒന്നുമില്ല. കുമാറിനും ഭാര്യയും മാത്രമാണോ ചോദ്യം ചെയ്തത്, അല്ലെങ്കിൽ വീട്ടിൽ വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? മകനെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. പിന്നെ പോലീസ് വന്നിട്ട് ഓരോ അളിയൻ്റെ അമ്മൻ്റെ അനിയത്തിൻ്റെ മകനുണ്ട്, മൂപ്പര് ഇതേമാതിരി ചോദ്യം ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോ കോണ്ടാക്റ്റിലുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഓരോയും ചോദ്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓണായിട്ട് ബന്ധമുള്ള, ഞങ്ങളുടെ ഫാമിലിയായിട്ട് ബന്ധമുള്ള എല്ലാവരും ഇവർ നിരന്തരം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലെത്തിയാണോ മകൻ്റെയൊക്കെ മൊഴിയെടുത്തിരുന്നത്? ക്രൈംബ്രാഞ്ചുകാർ വീട്ടിൽ വന്നിട്ടാണ് മൊഴിയെടുത്തത്, ഒരു പ്രാവശ്യം ചോദ്യം ചെയ്തത്. അതിൻ്റെ മുന്നേ പോലീസുകാർ വീട്ടിൽ വന്ന് 12 മണിക്ക് വന്ന് എണീപ്പിച്ചിട്ടതിൻ്റെ ഭാഗമായിട്ട് ഒരു കേസും കാര്യങ്ങളും ഉണ്ട് കോടതിയിൽ. അങ്ങനെ ഈ മാമിയെ കാണാതാകുന്നതിന് മുൻപ് അവസാനമായി മൊബൈൽ ടവർ ലൊക്കേഷൻ കിട്ടിയത് തലക്കുളത്തൂരിലാണ്. ഏകദേശം അതേ സമയത്ത് രജിത് കുമാർ ആ ഭാഗത്തുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിന് വീട് കിടക്കുന്ന തലക്കുളത്തൂരാണ്. അളിയന് താമസിക്കുന്നത് പുറക്കാട്ടിൽ നിന്ന് തലക്കുളത്ത് ഇതിലാണ്. അപ്പം അവിടെ അല്ലാണ്ട് പിന്നെ ഓനെ എവിടെ പോയി കാണാനാ? അതൊരു കാരണം പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഓനവിടെ ഓരോപ്പരം വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഓൻ്റെ വീട് എവിടെയാണെന്ന് ആണ്. അപ്പോൾ ഓരവിടെ വന്ന് പറയുമ്പോൾ മൂപ്പർക്ക് ഇപ്പോൾ എവിടെയും പോകാൻ പാടില്ല എന്നുള്ള അങ്ങനെ നിയമമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു മാത്രം വെച്ചിട്ട് ഇവർ ഒരൊറ്റ സംഭവം വെച്ചിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് വെക്കുന്നതും ഹരാസ് ചെയ്യുന്നതും ശരിയുള്ള ഏർപ്പാടല്ലോ. ഒരു ചെയ്തത് ക്രൈംബ്രാഞ്ച് ചെയ്തൊക്കെ വളരെ മോശപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ വീട്ടിൽ പുലർച്ചെ 4 മണിക്ക് വീട്ടിൽ മതിൽ കയറി ചാടി വന്നിങ്ങായിട്ട് ചുറ്റും പോലീസുകാർ നിന്നിങ്ങായിട്ട് വാലുകുട്ടി വിളിച്ചിങ്ങായിട്ട് കിടന്ന മുണ്ടോടെ കുട്ടി കൊണ്ടിരിക്കുന്നു. അതൊന്നും ചെയ്യേണ്ട ഒരു കേസ് ഇതിലില്ല. ഇത് മൊഴിയെടുക്കുന്ന ഒരാളോട് ചോദ്യം ചെയ്യാൻ വേണ്ടി ഇങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകുക. ക്രൈംബ്രാഞ്ചാണോ അതോ ആദ്യം അന്വേഷിച്ച പോലീസാണോ? ക്രൈംബ്രാഞ്ചാണ് ചെയ്തത്. ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ, ഒരു മാസം കഴിഞ്ഞ് അടുത്തായിട്ടുള്ളൂ. കഴിഞ്ഞ മാസം 20-ാം തീയതി ആയിട്ട് ഡേറ്റ് വരുന്നത്. അങ്ങനെ എനിക്ക് ഓർമ്മയില്ല. ആ ഒരു ദിവസമാണ് സംഭവം. ഇതുതന്നെയാണ് കുടുംബവും പറയുന്നത്. തന്നെയാണ് മാനസികമായി വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു തുടർച്ചയായി ചോദ്യം ചെയ്യുന്നത് കൊണ്ട് എന്നത് തന്നെയാണ്. എന്തായാലും രണ്ടുപേരെയും വൈകിട്ട് ഗുരുവായൂരിൽ നിന്ന് കണ്ടെത്തി വിശദമായി മൊഴിയെടുക്കുകയാണ്. അതിനുശേഷം മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കും. അതിനുശേഷമാണ് വിട്ടയക്കുക. അക്ഷയ്, ശരി.